നമസ്കാരം സുഹൃത്തുക്കളെ. 2026 ഏപ്രിൽ മാസം പിറക്കുമ്പോൾ അപൂർവമായ ഒരു ഗ്രഹസംഗമം നടക്കുകയാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം ഏറ്റവും ഭാഗ്യദായകമായ ശുക്രചന്ദ്ര വൈഭവ് ലക്ഷ്മി രാജയോഗം ഈ മാസം സംജാതമാകുന്നു. സമ്പത്തിന്റെയും ആഡംബരത്തിന്റെയും പ്രതീകമായ ശുക്രനും മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ചന്ദ്രനും കൈകോർക്കുമ്പോൾ ചില രാശിക്കാരെ അത്ഭുതകരമായ മാറ്റങ്ങൾ കാത്തിരിക്കുന്നു. സകല ആഡംബരങ്ങളും അനുഭവിക്കാനും വർഷങ്ങളായി കൊതിക്കുന്ന പ്രണയം സഫലമാകാനും ഈ യോഗം വഴിയൊരുക്കും. ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും? ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് ഈ ശുക്രചന്ദ്ര വൈഭവ് ലക്ഷ്മി രാജയോഗം? ജ്യോതിഷത്തിൽ ശുക്രൻ എന്നാൽ ലൗകിക സുഖങ്ങളുടെ അധിപനാണ്. നല്ല വീട്, വാഹനം, വസ്ത്രം, പ്രശസ്തി എന്നിവയെല്ലാം ശുക്രന്റെ കൈകളിലാണ്. ചന്ദ്രനാകട്ടെ നമ്മുടെ സർഗാത്മകതയെയും സമാധാനത്തെയും സ്വാധീനിക്കുന്നു. ഈ രണ്ട് ഗ്രഹങ്ങളും ഒത്തുചേരുമ്പോൾ വൈഭവലക്ഷ്മി കടാക്ഷം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് വെറുതെ പണം വരിക മാത്രമല്ല, ആ പണം അനുഭവിക്കാനുള്ള ഭാഗ്യം കൂടി ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് 3 രാശിക്കാർക്കാണ് ഈ ഏപ്രിലിൽ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്നത്. ആദ്യമായി ഈ യോഗത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇടവം രാശിക്കാരാണ്. ഇടവത്തിന്റെ അധിപൻ തന്നെ ശുക്രനായതുകൊണ്ട് ഈ ഊർജ്ജം നിങ്ങളെയാകും ആദ്യം സ്പർശിക്കുക. സാമ്പത്തിക നേട്ടം, കുടുങ്ങിക്കിടന്ന പണം അപ്രതീക്ഷിതമായി കൈകളിൽ വന്നുചേരും. അധിക പ്രോജക്റ്റുകളിലൂടെയോ സൈഡ് ബിസിനസ്സിലൂടെയോ വരുമാനം വർദ്ധിക്കും. പുതിയ ഉപകരണങ്ങൾ വാങ്ങാനോ വീട് നവീകരിക്കാനോ ഉള്ള മികച്ച സമയമാണിത്. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പണം വരുന്നത് പോലെ തന്നെ ചെലവാക്കാനും നിങ്ങൾക്ക് തോന്നും. അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കണം. ഓരോ നിക്ഷേപവും ശ്രദ്ധയോടെ ചെയ്യുക. പങ്കാളിത്ത ബിസിനസ്സുകളിൽ രേഖാമൂലമുള്ള കരാറുകൾ നിർബന്ധമാക്കുക. പങ്കാളികളുമായുള്ള ശാന്തമായ സംഭാഷണം വിശ്വാസം നിലനിർത്താനും തർക്കങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. ചന്ദ്രൻ അധിപനായ കർക്കിടകം രാശിക്കാർക്ക് വൈകാരികമായും സാമ്പത്തികമായും വലിയൊരു കുതിച്ചുചാട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രണയസാഫല്യം: ഈ രാജയോഗത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത കർക്കിടക രാശിക്കാരുടെ പ്രണയം സഫലമാകും എന്നതാണ്. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ മാറി ജീവിതം സന്തോഷഭരിതമാകും. വരുമാനമാർഗങ്ങൾ: റിയൽ എസ്റ്റേറ്റ്, വാടക വരുമാനം എന്നിവയിലൂടെ അപ്രതീക്ഷിത ലാഭം ഉണ്ടാകും. പഴയ സുഹൃത്തുക്കൾ വഴി പുതിയ തൊഴിൽ അവസരങ്ങൾ തേടിയെത്തും. പ്രത്യേക നിർദ്ദേശം: മറ്റുള്ളവർക്ക് വലിയ തുക കടം കൊടുക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. നിങ്ങളുടെ ഭാവിക്കായി, ആരോഗ്യത്തിനായോ വിദ്യാഭ്യാസത്തിനായോ പണം നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കാൻ ധ്യാനവും പ്രാർത്ഥനയും ശീലമാക്കുന്നത് നന്നായിരിക്കും. മൂന്നാമതായി ഈ മഹാഭാഗ്യം തേടിയെത്തുന്നത് തുലാം രാശിക്കാരെയാണ്. നിങ്ങളുടെ ആകർഷണശക്തി വർദ്ധിക്കുന്ന സമയമാണിത്. പുതിയ ക്ലയന്റുകളെ ലഭിക്കാനും സമൂഹത്തിൽ വലിയ അംഗീകാരങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. ഫാഷൻ, ഡിസൈൻ, മീഡിയ എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഏപ്രിൽ മാസം സുവർണകാലമായിരിക്കും. അപ്രതീക്ഷിത സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നിങ്ങളെ തേടിയെത്തും. ജാഗ്രത: സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കരാറുകളിൽ ഒപ്പിടുന്നതിന് മുൻപ് 2 തവണ വായിച്ചുറപ്പാക്കുക. പങ്കാളിയുമായി നേട്ടങ്ങൾ പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. പൊതുവായി ഈ 3 രാശിക്കാർക്കും ഈ ഏപ്രിൽ മാസം മാറ്റങ്ങളുടെ കാലമാണ്. അപ്രതീക്ഷിതമായി ധനം വരുമ്പോൾ അത് ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്താൽ നിങ്ങൾക്ക് ഈ നേട്ടം സ്ഥിരമായ വളർച്ചയാക്കി മാറ്റാം. മുതിർന്നവരുടെ ഉപദേശം തേടാനും ധാർമ്മികമായി പ്രവർത്തിക്കാനും മറക്കരുത്. മറ്റൊരു പ്രധാന കാര്യം: ഏപ്രിൽ 14 വിഷു വരികയാണ്. ഈ രാജയോഗത്തോടൊപ്പം കുബേരയോഗവും കൂടിച്ചേരുന്നതോടെ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകും എന്ന് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും പ്രവചനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.